സൗമ്യ സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പത്തരമാറ്റി സീരിയൽ ഇനി വരുന്ന എപ്പിസോഡ് ദേവേനെ ഡിസ്ചാർജായി വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഡോക്ടർ ആദർശിനോട് ജയനോട് വിളിച്ചിട്ട് ആ സത്യം പറയുന്നത്. ടെസ്റ്റ് എല്ലാം ചെയ്തു ഞങ്ങൾ, പക്ഷേ ഞാൻ പറഞ്ഞിരുന്നല്ലോ അവയവങ്ങളിൽ ഈ വിഷം ബാധിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇത് കുറച്ച് സീരിയസ് ആണ്. ദേവേന് കിഡ്നി രണ്ടും അടിച്ചു പോയി. ദേവേയുടെ അവസ്ഥ ഇപ്പോൾ വളരെ സീരിയസ് ആണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണം. ഒരേ ഗ്രൂപ്പിലുള്ള ആളെ കണ്ടെത്തി കിഡ്നി കൊടുത്താൽ മാത്രമേ ദേവേനെ രക്ഷിക്കാൻ സാധിക്കൂ. കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബ്ലഡ് കൊടുത്ത ആദർശിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ സാധിക്കും, പക്ഷേ ആ കുട്ടിയുടെ ശരീരം വളരെ വീക്കാണ്. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതേ ഗ്രൂപ്പിലുള്ള ഒരാളെ അറേഞ്ച് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ആദർശും ജയനും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദർശ് നയനോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മയുടെ ജീവൻ അപകടത്തിലാണ്. കിഡ്നി എത്രയും പെട്ടെന്ന് മാറ്റി വെച്ചില്ലെങ്കിൽ അമ്മയുടെ അവസ്ഥ എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല നയനെന്ന് പറയുക. ഇത് കേട്ടിട്ട് നയന പറയുന്നുണ്ട്, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല ആദർശേട്ടാ, കിഡ്നി ഞാൻ കൊടുത്തോളാം, നമ്മൾ ഒരേ ഗ്രൂപ്പല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് ഇത് കേട്ടിട്ട് നയനോട് പറയുന്നുണ്ട്, നിൻ്റെ ശരീരം വീക്കായിട്ടിരിക്കുക, അത് വേണ്ട നയനെ എന്ന് പറയുക. നയനെ നിർബന്ധം കാട്ടി ഡോക്ടറിൻ്റെ അരികിലെത്തിയിട്ട് ഞാൻ കിഡ്നി കൊടുത്താളാം എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ പറയുന്നത് തൻ്റെ ബോഡി ഒത്തിരി വീക്കാണ്, തന്നെ കൊണ്ട് അതിന് പറ്റില്ലെന്ന് പറയുക. നയനെ നിർബന്ധം കാട്ടി ഡോക്ടറിനോട് പറയുന്നുണ്ട്, അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല, എനിക്കൊന്നും പറ്റില്ല, ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന ദേവയാനിക്ക് തൻ്റെ ജീവൻ പകുത്തു നൽകുന്നു. അനന്തപുരിയിൽ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ആദർശിനും അനിക്കും നയനയ്ക്കും നയനയുടെ അമ്മയ്ക്കും അച്ഛനും നന്ദുവിനും മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ മരുമകളെ വെറുക്കുന്ന ദേവയാനിയും അമ്മായിയമ്മയെ സ്നേഹിക്കുന്ന മരുമകളും ഒന്നും അറിയാതെ ദേവയാനി കിടക്കുക കേട്ടോ. പുറത്ത് ആദർശും അനിയും നയനയുടെ അനിയത്തി നന്ദുവും അമ്മയും നിൽപ്പുണ്ട്. നന്ദു ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശിനോട്, ചേച്ചി നമുക്ക് എപ്പോൾ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് ചോദിക്കുക കേട്ടോ. ഇത് കേട്ട് ആദർശിന് സങ്കടം സഹിക്കാനത് അവിടെ നിന്ന് ഇങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.